ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രൂവിനെ റിമൂവ് ചെയ്യാം. തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലും നമ്മൾ കറക്കുന്ന സമയത്ത്, ഈ വീലിങ്ങനെ കറക്കുന്ന സമയത്ത് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ചലിക്കുന്നതുണ്ടോ? ആ ചലിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ഓയിലിട്ട് കൊടുക്കണം. അങ്ങനെ ഓയിലിട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റ് നമുക്ക് സ്ക്രൂ ഇട്ട് മുറുക്കി തിരിച്ച് ഉറപ്പിക്കാം. നമ്മൾ ഈ ഒരു ഭാഗം ഓയിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓയിലിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രൂ ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് ഇന്ന് അയച്ചു കൊടുത്തതാണ്. അയച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് വൃത്തിയാക്കി കൊടുക്കാം. അത് ബ്രഷ് വെച്ചോ തുണി വെച്ചോ നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും ഓയിലിട്ട് കൊടുക്കാം. അത് നമ്മളിവിടെ ഓയിലിട്ടാലും നമ്മുടെ ഈ ഒരു സ്പ്രിങ്ങില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് ഓയിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓയിലിട്ട് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലാണ് നീഡിൽ ഉറപ്പിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓയിലിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തിനെ വീണ്ടും ഉറപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരെ വെച്ച് ഇതുണ്ടല്ലോ, ഇത് നേരെ വെച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ മുറുക്കി കൊടുക്കുക. ഓയിലിട്ട് കൊടുക്കാവുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഈ ഒരു ഭാഗം. ഈ വീല് മെഷീനുമായിട്ട് ചേരുന്ന ഭാഗം. അവിടെ നൂല് കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ചലിക്കാതെ വരുന്നൊരവസ്ഥ വരും. അപ്പം മെഷീൻ നമ്മൾ ക്ലീൻ ചെയ്തു, ഓയിലിട്ട് കൊടുത്തു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓയിലിട്ട് കൊടുത്തു. കൂടാതെ ചലിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഓയിലിട്ട് കൊടുത്തു. ഈ ഒരു പ്ലേറ്റ് അഴിച്ച് ഓയിലിട്ട് കൊടുത്തു. ഈ ഒരു പ്ലേറ്റ് നമ്മൾ അഴിച്ച് ഓയിലിട്ട് കൊടുത്തു. ഇനി ഇതിൽ സംശയങ്ങളൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി പതുക്കെ, നമുക്ക് സമയമെടുത്ത് ഇതെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.